പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ഇത് നമുക്കെല്ലാവർക്കും പരിചിതമായൊരു ഭാഗമാണ്. യേശു വെള്ളത്തിന്മേൽ നടന്ന് വന്നുകൊണ്ടിരുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാരിൽ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവ്, ഇത് നീ ആണെങ്കിൽ ഞാനും വെള്ളത്തിൽ നടക്കാൻ വരട്ടെ എന്ന്. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, വരിക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി, യേശുവിൻ്റെ വാക്ക് കേട്ട് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. പത്രോസ് യേശുവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി യേശുവിനെ നോക്കി, പടകിൽ നിന്ന് ഇറങ്ങിയിട്ട് യേശുവിനെ നോക്കി വെള്ളത്തിന്മേൽ നടക്കാൻ തുടങ്ങിയതായിരുന്നു. പത്രോസിൻ്റെ നോട്ടം ക്രിസ്തുവിലായിരുന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങിയെന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. പത്രോസിൻ്റെ നോട്ടം ഒന്ന് മാറിയപ്പോൾ, കർത്താവിൽ നോക്കി നടന്ന പത്രോസ് തൻ്റെ ചുറ്റുമൊന്ന് നോക്കിയപ്പോൾ, ആ കാറ്റിനെ നോക്കിയപ്പോൾ പത്രോസ് മുങ്ങിത്തുടങ്ങി. യേശു മുമ്പോട്ടുള്ള ഭാഗത്തിൽ പറഞ്ഞത് അല്പവിശ്വാസി എന്ന പത്രോസിനെ ആ സമയത്തും വിളിച്ചത്. ഇന്ന് കർത്താവായ ദൈവം നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഒന്ന്, നമ്മുടെ നോട്ടം എവിടെ? ക്രിസ്തുവിലാണ്. കാരണം ക്രിസ്തുവിൽ നോക്കി നമ്മൾ മുമ്പോട്ട് നടന്നാൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കും. ഏത് പ്രതിസന്ധിയാത്ത ഏത് പ്രതികൂല നടുവിലും നമ്മൾ നടക്കും. ഒരിക്കലും വീഴത്തില്ല, ഒരിക്കലും മുങ്ങിപ്പോകത്തില്ല. കാരണം നമ്മുടെ നോട്ടം ക്രിസ്തുവിലായിരിക്കണം. എന്നാൽ നമ്മുടെ നോട്ടം ക്രിസ്തുവിലല്ലെങ്കിൽ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിലാണെങ്കിൽ ഞങ്ങൾ മുങ്ങിപ്പോവും, നമ്മുടെ വിശ്വാസം കുറയും. അതേസമയത്ത് നമ്മൾ ക്രിസ്തുവിൽ നോക്കിയിറങ്ങിയാൽ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. പത്രോസ് ആദ്യം ക്രിസ്തുവിനെ നോക്കിയപ്പോൾ നടന്നെന്നാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ പത്രോസിന് നോട്ടമൊന്ന് മാറിയപ്പോൾ വിശ്വാസത്തിൽ പത്രോസ് വീണുപോയി. ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നോട്ടം ക്രിസ്തുവിലായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. ചുറ്റുമുള്ള ആൾക്കാരെ നോക്കാതെ ക്രിസ്തുവിൽ മാത്രം നോക്കി ഈ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാൻ ദൈവം നമ്മളെ ഈ വചനത്താൽ സഹായിക്കുമാറട്ടെ. ആമേൻ.